രാഹുലിന്റെ ഭൂരിപക്ഷം പ്രിയങ്കയ്ക്ക് നിലനിർത്താനാകുമോ എന്ന യുഡിഎഫിന്റെ ആശങ്കകളെയെല്ലാം കാറ്റിൽ പറത്തി വയനാടിന്റെ സ്വന്തം മകളായി പ്രിയങ്ക. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കന്നി അംഗത്തിനിറങ്ങിയ പ്രിയങ്കയെ വയനാട്ടുകാർ ഒട്ടും നിരാശപ്പെടുത്തിയില്ല. മികച്ച ഭൂരിപക്ഷത്തോടെ പ്രിയങ്ക കന്നി അംഗത്തിൽ ജയിച്ചു കയറി. വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ ലീഡിൽ പ്രിയങ്കയുടെ കുതിപ്പായിരുന്നു. വോട്ടെണ്ണൽ കഴിയുന്നതുവരെ പ്രിയങ്ക തന്നെ ലീഡ് നിലനിർത്തി. ഒടുവിൽ ഭൂരിപക്ഷം 4 ലക്ഷവും കടന്നു. രാഹുലിന്റെ ഭൂരിപക്ഷം പ്രിയങ്കയ്ക്ക് നിലനിർത്താനാകുമോ എന്ന യുഡിഎഫിന്റെ ആശങ്കകളെല്ലാം ഇതോടെ തീർന്നു. 2019 രാഹുൽ ഗാന്ധി ആദ്യമായി വയനാട്ടിൽ മത്സരിക്കാനെത്തിയപ്പോൾ 4,31,770 എന്ന ചരിത്ര ഭൂരിപക്ഷമാണ് രാഹുലിന് ലഭിച്ചത്. 2024 രാഹുൽ വീണ്ടും എത്തിയപ്പോഴും 3,64,422 ഭൂരിപക്ഷം വയനാട്ടുകാർ രാഹുലിന് നൽകി നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഇത്തവണ രാഹുലിന് പകരക്കാരിയായി പ്രിയങ്ക എത്തിയപ്പോഴും വയനാട്ടുകാർ കൂടെ നിർത്തി. അതാണ് പ്രിയങ്കയുടെ വൻ ഭൂരിപക്ഷം കാണിച്ചു തരുന്ന തെളിവ്. വയനാട് ഞാൻ എൻ്റെ സഹോദരിയെ ഏൽപ്പിക്കുന്നുവെന്ന രാഹുലിന്റെ വാക്കുകൾ വയനാട്ടുകാർ നെഞ്ചിലേറ്റിയ കാഴ്ചയാണ് വോട്ടെണ്ണൽ ദിനത്തിൽ നാം എല്ലാവരും കണ്ടത്. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമെന്ന പ്രഖ്യാപനം വന്നപ്പോൾ മുതൽ ജനങ്ങൾ ആവേശത്തിലായിരുന്നു. ടെലിവിഷനുകളിലും പത്രങ്ങളിലും മാത്രം കണ്ടിരുന്ന പ്രിയങ്ക തങ്ങളുടെ ജനപ്രതിനിധിയായി മാറുന്നത് വയനാട്ടുകാർക്ക് സ്വപ്നം പോലെയായിരുന്നു. വയനാട്ടിൽ നമ്മൾ കണ്ട പ്രിയങ്കയുടെ റോഡ് ഷോയിലെ ജനപങ്കാളിത്തം അവർക്ക് ജനഹൃദയങ്ങളിലെ സ്നേഹം എത്രത്തോളമാണെന്നതിന്റെ തെളിവായിരുന്നു. പ്രിയങ്ക ജയിച്ചാൽ വയനാടിന് 2 എംപിമാരുണ്ടാകുമെന്നുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം വന്നതോടെ ജയത്തിൽ കുറഞ്ഞതൊന്നും പ്രിയങ്കയ്ക്ക് വയനാട് സമ്മാനിക്കില്ലെന്ന് അടിവരയിട്ട് ഉറപ്പിച്ചത് തന്നെയാണ്. രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുന്ന കാര്യം മറച്ചുവെച്ച് വയനാടിനെ കബളിപ്പിച്ചുവെന്നും രാഹുലിനെ പോലെ വിജയശേഷം പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിൽ അതിഥിയായി മാത്രം എത്തുമെന്നുമൊക്കെ എതിരാളികൾ പ്രചരണം നടത്തിയിട്ടും വോട്ടർമാരുടെ മനസ്സിലെ സ്നേഹത്തിന് ഒരു കുറവും ഉണ്ടായില്ല. വോട്ടിംഗ് ദിനത്തിൽ പോളിംഗ് ശതമാനം കുറഞ്ഞത് ചെറിയൊരു ആശങ്കയ്ക്ക് ഇടയാക്കിയെങ്കിലും മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ വോട്ടുകൾ ചോർന്നിട്ടില്ലെന്നത് പ്രിയങ്കയുടെ ഭൂരിപക്ഷത്തിൽ നിന്ന് വ്യക്തമാണ്. പ്രിയങ്കയുടെ ഭൂരിപക്ഷം കൂടിയതിനു പിന്നിൽ LDF BJP വോട്ട് ചോർച്ചയുമുണ്ട്. വയനാട്ടിൽ LDF സ്ഥാനാർത്ഥി സത്യൻ മൊകേരിക്ക് 2 ലക്ഷത്തോളം വോട്ടുകളാണ് നേടാനായത്. BJP സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് നേടിയത് 1 ലക്ഷത്തിലധികം വോട്ടുകൾ മാത്രം.